ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ലഞ്ച് ബോക്സിലാക്കാൻ പറ്റുന്ന ഈസി ആയിട്ടുള്ള കുറച്ച് റെസിപ്പീസാണ്. നിങ്ങളെ കുട്ടികൾ ലഞ്ച് ബോക്സ് ഓർക്കുമ്പോൾ എന്തായാലും അത്ഭുതപ്പെടും. അതൊരു വെറൈറ്റികളായിട്ടുള്ള കറികളാണ്. കുറേ കാലങ്ങളായിട്ട് ഒരുപോലത്തെ കറികൾ കൊടുത്തു മടുത്തെങ്കിൽ വെറൈറ്റികളായിട്ടുള്ള ഈ കറികളൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഈസിയാണ്, വളരെ ഹെൽത്തി ആയിട്ടുള്ള കറികളാണ് കേട്ടോ. അപ്പോൾ ഇഷ്ടമാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തേക്കുക, വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക, എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. കുട്ടികൾക്ക് മാത്രമല്ല, വലിയവരുടെ ലഞ്ച് ബോക്സിലും എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റുന്ന കറികളാണ് കേട്ടോ. വളരെ ഈസി ആയിട്ടും വളരെ ഹെൽത്തി ആയിട്ടുള്ള കറികളാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നേരിട്ട് തന്നെ വീഡിയോയിലേക്ക് പോകട്ടോ. അപ്പോൾ ആദ്യം തന്നെ മുട്ട വെച്ചിട്ടുള്ള ഒരു ഈസി ആയിട്ടുള്ള ഒരു കറിയാണ്, ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു കറിയാണ് കേട്ടോ. ഇതിൻ്റെ കൂടെ പ്രത്യേകിച്ച് വേറെ ഒന്നും വേണ്ട, കഴിക്കാനായിട്ട് ചോറ് കഴിക്കാനായിട്ട് അത്രയും ടേസ്റ്റാണ് കേട്ടോ. അപ്പം 3 മുട്ട എടുത്തിട്ടുണ്ട്, അത് പൊട്ടിച്ച് ഇതുപോലെ ഒരു ബൗളിലിട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് ഉപ്പ്, 2 നുള്ളു ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. ഇനി ഒരു പാനിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കുക. വെളിച്ചെണ്ണയാണ് നല്ലത്. ആ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഈ മുട്ട ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. മുട്ടയുടെ കൂട്ടില്ലേ, അത് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. വെളിച്ചെണ്ണ നന്നായി ചൂടായതിന് ശേഷം നമ്മൾ ഫ്ലെയിം ഒന്ന് കുറച്ച് വയ്ക്കുക. അതിന് ശേഷം നമ്മൾ മുട്ട അതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. മൊത്തമായി ഒഴിച്ച് കൊടുക്കുക. ഇനി ചെറുതായി ഒന്ന് ഇതൊന്ന് വെന്ത് വരണം കണ്ട, ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കുക. അതായത് അപ്പം തന്നെ നമ്മൾ ഉടച്ച് കളയരുത്. ഇതുപോലെ ആക്കി കൊടുത്തതിനായിട്ട് വലിയ പീസസ് ആയിട്ട് കിട്ടും. അതാണ് നമുക്ക് ആവശ്യം. അപ്പോൾ ലോ ഫ്ലെയിമിലിട്ടാലാണ് ഇതുപോലെ ആയിട്ട് കിട്ടുള്ളൂ. അതല്ലെങ്കിൽ കരിഞ്ഞു പോകും, അടിഭാഗം കരിഞ്ഞു പോകും. ഇനി ഇത് ചെറുതായി ഒന്ന് കൊത്തി എടുക്കുക. കണ്ടതേ, ഇത്രയും വലിയ പീസുകൾ വേണം കേട്ടോ. അപ്പോൾ വളരെ ചെറുതായി കഴിഞ്ഞാൽ അതിന് ടേസ്റ്റ് കിട്ടില്ല. അപ്പോൾ 2 തക്കാളി, നന്നായി പഴുത്ത തക്കാളി തന്നെ എടുക്കണം. അത് വളരെ ചെറുതാക്കി അരിഞ്ഞ് മാറ്റി വയ്ക്കുക. ഇനി അതേ പാനിൽ തന്നെ 1/2 സ്പൂൺ കൂടെ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. പിന്നെ അതിലേക്ക് 1/2 സ്പൂൺ മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. കരിഞ്ഞു പോരുത്. തീ വളരെ കുറച്ച് വെച്ചിട്ട് വേണം ഈ മുളക് പൊടി ഇട്ട് കൊടുക്കാനായിട്ട്. ഇനി നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള തക്കാളി അതും കൂടി ഇട്ട് കൊടുക്കുക. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്, അതായത് ഒരു 1/4 സ്പൂണോളം ഉപ്പിട്ട് കൊടുക്കുക. ഇനി നന്നായി ഇതൊന്ന് വാടി വരണം കേട്ടോ. പെട്ടെന്ന് തന്നെ വാടി വരും. 2-3 മിനിറ്റിനുള്ളിൽ നന്നായി ഇത് വാടി വരും. ആവശ്യമായിട്ട് കുറച്ച് കുരുമുളക് പൊടി, ഒരു 1/4 സ്പൂണോളം കുരുമുളക് പൊടി അതും കൂടി ഇട്ട് കൊടുക്കുക. അത് സ്കിപ്പ് ചെയ്യരുത്, അതൊരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. ഇനി നന്നായി തക്കാളി നന്നായി ഉടച്ചെടുക്കുക. ഉടഞ്ഞതിന് ശേഷം നമ്മൾ മുട്ട മാറ്റി വെച്ചിട്ടില്ലേ, അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. നല്ല ടേസ്റ്റാണ് ഇത് കൂട്ടി ചോറ് കഴിക്കാനായിട്ട്. അപ്പോൾ കുട്ടികൾക്കും വലിയവർക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടും. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. ഒരു വെറൈറ്റി റെസിപ്പിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ആ തക്കാളിയുടെ കൂട്ടെല്ലാം മുട്ടയമ്മ പിടിച്ചതെന്ന് ഉറപ്പായി കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. നല്ല ടേസ്റ്റാണ് കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കുട്ടികൾക്കോ വലിയവർക്കോ എല്ലാവർക്കും ലഞ്ച് ബോക്സിൽ കൊടുത്തേക്കാവുന്നതാണ്. പ്രത്യേകിച്ച് വേറെ ഒന്നും വേണ്ട. വല്ല മാങ്ങ ഉപ്പിലിട്ടതോ മറ്റോ ജസ്റ്റ് ഒന്ന് സൈഡിൽ വെച്ച് കൊടുത്താൽ മതി. എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കേ. അപ്പോൾ ഉരുളക്കിഴങ്ങ് ഇഷ്ടമില്ലാത്ത ഏത് കുട്ടികളും ഉണ്ടാവുക, എല്ലാവർക്കും ഇഷ്ടമല്ല. അപ്പം ഒരു പാൻ വെച്ച് 2 സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. ഒരു വലിയ ഉരുളക്കിഴങ്ങാണ് എടുത്തേക്കുന്നത് കേട്ടോ. അത് ഒരു ഇടത്തരം വലുപ്പത്തിൽ ഇത്രയും വലുപ്പത്തിൽ ഒരു സ്ക്വയർ പീസസ് ആക്കി അരിഞ്ഞെടുത്തതാണ് കേട്ടോ. അതും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഒരു 1/4 സ്പൂണോളം ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുക കേട്ടോ. ഹൈ ഫ്ലെയിമിൽ വെച്ച് ഒരു 3-4 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ ഉരുളക്കിഴങ്ങ് പെട്ടെന്ന് വെന്ത് കിട്ടും. ഹൈ ഫ്ലെയിമിൽ വെച്ചാൽ പെട്ടെന്ന് വെന്ത് കിട്ടും. ഇതുപോലെ ആവും. ഇതുപോലെ ഒന്ന് ആയി കഴിഞ്ഞാലായിട്ട് നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള മസാലകൾ, കുരുമുളക് പൊടി ഒരു 1/4 സ്പൂണോളം കുരുമുളക് പൊടി, 1/2 സ്പൂൺ മുളക് പൊടി, അത്രയും മാത്രം മതി. അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഒന്ന് ഇളക്കി കൊടുക്കുക. അത്രയേ ഉള്ളൂ. ആ മസാല ഒന്ന് മൂത്ത് കഴിഞ്ഞാൽ നമ്മുടെ അടിപൊളിയായിട്ടുള്ള ഉരുളക്കിഴങ്ങ് മെഴുക്ക് പുരട്ടി റെഡി ആയിട്ടുണ്ട്. ഈസിയാണ്, പ്രത്യേകിച്ച് ഒരു ബുദ്ധിമുട്ടുമില്ല. എന്നാൽ ടേസ്റ്റ് ആണെങ്കിൽ നല്ല ടേസ്റ്റുമാണ് കേട്ടോ. അടുത്തത്, ക്യാരറ്റ് കഴിക്കാൻ ഇഷ്ടമില്ലാത്ത കുട്ടികളുണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമാവും, കുട്ടികൾ എന്തായാലും കഴിച്ചിരിക്കും കേട്ടോ. പ്രത്യേകിച്ച് ക്യാരറ്റിൻ്റെ ഒരു ഫ്ലേവറും ഇതിൽ വരില്ല, അത്രയും ടേസ്റ്റാണ്. അപ്പോൾ പാനിലേക്ക് ഒരു 2 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. പിന്നെ ഉണക്കമുളക്, ഒരു 3 ഉണക്കമുളക് അതെന്തായാലും ചേർക്കണം. അത് ആദ്യമായിട്ട് ഒന്ന് ചേർത്ത് കൊടുക്കുക. പിന്നെ കറിവേപ്പിൻ്റെ ഇല അതും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുക. അതൊന്ന് മൂത്ത് വരുമ്പോൾ മുളക് പൊടി ഒരു 1/2 സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മുടെ ക്യാരറ്റ് അതും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതാണ്, അതും കൂടി ഇട്ട് കൊടുക്കുക. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. ഒരു 1/4 സ്പൂണോളം ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. ഇനി നന്നായി ഒന്ന് ഇളക്കിയതിന് ശേഷം ഒന്ന് അടച്ച് വയ്ക്കുക കേട്ടോ. ഇതിൻ്റെ ഒരു പച്ചമണം ഒന്ന് മാറുന്നത് വരെ ഇതൊന്ന് വെന്ത് കിട്ടണം. അപ്പോൾ ഒരു 2-3 മിനിറ്റ് അടച്ച് വെച്ച് ഒന്ന് തുറന്ന് ഒന്നും കൂടെ ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. അപ്പോഴാണ് ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് നന്നായി ഒന്ന് മാറി കിട്ടുള്ളൂ. അതിനുശേഷം ഒന്ന് വെന്തെന്ന് കണ്ടു കഴിഞ്ഞാലായിട്ട് 2 മുട്ട ഇതിൻ്റെ നടുഭാഗത്തായിട്ട് ഒന്ന് പൊട്ടിച്ച് ഒന്ന് ഒഴിച്ച് കൊടുക്കുക. 1 മിനിറ്റ് ഇതൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കുക. അതിനുശേഷം ഒന്ന് തുറന്ന് എല്ലാം കൂടി ഒന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. അത്രയേ ഉള്ളൂ. വളരെ ഈസിയാണ്, വളരെ ടേസ്റ്റാണ്. ഇനി തേങ്ങ ഉണ്ടെങ്കിൽ വളരെ കുറച്ച് തേങ്ങ, ഇഷ്ടമാണെങ്കിൽ കുറച്ച് തേങ്ങയും കൂടി ഇട്ട് കൊടുക്കാം. വളരെ ടേസ്റ്റാണ് കേട്ടോ. അത് ചോറ് കൂട്ടി കഴിക്കാനായിട്ട് കുറച്ച് അച്ചാറും കൂടെ ഉണ്ടെങ്കിൽ പറയണ്ട. ഈസി ആയിട്ട് നമുക്കിത് ഉണ്ടാക്കി കൊടുക്കാം. കുട്ടികൾക്ക് വളരെ ഇഷ്ടപ്പെടും.
ഈ മുട്ടയും ക്യാരറ്റും നന്നായി ഒന്ന് കുത്തി കുത്തി എടുക്കണം കേട്ടോ, അപ്പോഴാണ് അതിൻ്റെ കറക്റ്റ് ടേസ്റ്റ് കിട്ടുകയുള്ളൂ. ഇനി എല്ലാം കൂടി ഒന്ന് നന്നായി മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ ഫ്ലെയിം ഓഫ് ചെയ്യുക. ഇനി അത് ലഞ്ച് ബോക്സിലാക്കി കൊടുക്കുക. കുറച്ച് അച്ചാറും കൂടി വെച്ച് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഒന്നും വേണ്ട, കുട്ടികൾക്ക് നന്നായി ഇഷ്ടപ്പെടും. ഈസിയാണ്, നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ. ഇനി അടുത്തതായിട്ട് നമ്മൾ സോയാബീൻ വെച്ചിട്ട് ഈസി ആയിട്ടുള്ള ഒരു തോരനാണ് കാണിക്കുന്നത്. ഒരുപക്ഷെ നിങ്ങൾക്ക് അറിയാമായിരിക്കും. അപ്പോൾ നമ്മൾ സോയാബീൻ ഇത് കുറച്ച് വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. നന്നായി ഒന്ന് വെള്ളം പിഴിഞ്ഞെടുത്തതിന് ശേഷം ഒരു മിക്സിയുടെ ജാറിൽ ഒന്ന് പൾസ് ചെയ്തെടുക്കുക. ഒരു സെക്കൻഡ് മാത്രം ഒന്ന് ഓൺ ചെയ്താൽ മതി. അപ്പോൾ അടിപൊളിയായിട്ട് ക്രഷായി കിട്ടിക്കോളും. പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക, വെള്ളം നന്നായി പിഴിഞ്ഞെടുത്തതിന് ശേഷം മാത്രം നമ്മൾ മിക്സിയിലിട്ട് ക്രഷ് ചെയ്യുക കേട്ടോ. അപ്പോൾ അതേ ഒരു പാൻ വെച്ചിട്ട് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു പകുതി സവാള കേട്ടോ. അപ്പോൾ സവാളയും കൂടി ഒന്ന് നന്നായി ഒന്ന് വാട്ടിയെടുക്കുന്നുണ്ട്. കുറച്ച് കറിവേപ്പിൻ്റെ ഇലയും കൂടി ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മുടെ സവാള നന്നായി വാടി കിട്ടണം. വാടിയതിന് ശേഷം 1 സ്പൂൺ മുളക് പൊടി അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അല്ലെങ്കിൽ കുത്തുമുളക് ഉണ്ടെങ്കിൽ അതാണ് നല്ലത്, അത് ഇട്ട് കൊടുക്കുക. ആ മുളക് പൊടി ഒന്ന് മൂത്തതിന് ശേഷം കുറച്ച് തേങ്ങ, 2 കൈപ്പിടിയോളം തേങ്ങ അതും കൂടി ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ മുളക് പൊടി എല്ലാം നമ്മുടെ തേങ്ങയുമേ എല്ലാം കൂടി നന്നായി ഒന്ന് പിടിച്ചതിന് ശേഷം നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള സോയാബീനിൽ അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനിയിപ്പോൾ പ്രത്യേകിച്ച് ഇതിന് വേവൊന്നുമില്ല, കാരണം സോയാബീൻ ചൂടുവെള്ളത്തിലിട്ടാൽ മാത്രം മതി, പെട്ടെന്ന് വെന്ത് കിട്ടും. ഇനി ജസ്റ്റ് അതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യുക കേട്ടോ. എല്ലാ മസാലയും ഒരുമിച്ച് കിട്ടുന്ന രീതിയിൽ എല്ലാം നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഒരു 1-1.5 മിനിറ്റോളം നന്നായി ഒന്ന് കൈവിടാതെ ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ അടിപൊളിയായിട്ടുള്ള സോയാബീൻ തോരൻ റെഡിയാണ്. ഇത് ചോറിലിട്ട് കുറച്ച് അച്ചാറും കൂടി ഇട്ടുണ്ടെങ്കിൽ സൂപ്പറാണ് കഴിക്കാനായിട്ട്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, കുട്ടികൾക്ക് നല്ല ഇഷ്ടപ്പെടും കേട്ടോ. അപ്പോൾ ഇങ്ങനെ ട്രൈ ചെയ്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനിയിപ്പോൾ നമുക്ക് സാധാരണ ചോറിന് പ്രത്യേകിച്ച് തോരനൊന്നും ഇല്ലെങ്കിലും സോയാബീൻ വെച്ച് ഇങ്ങനെ ചെയ്തെടുക്കാം കേട്ടോ. അടുത്തത് നമ്മുടെ ബീട്രൂട്ട് വെച്ചിട്ട് കുട്ടികൾക്ക് വളരെ ഇഷ്ടപ്പെടുന്ന ഒരു ഈസി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ അതേ ഒരു പാൻ വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. 2 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു പകുതി സവാള അതും കൂടി നന്നായി ഒന്ന് വാട്ടിയെടുക്കുന്നുണ്ട്. കുറച്ച് കറിവേപ്പിൻ്റെ ഇലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ മുളക് പൊടി അതും കൂടി ഇട്ടെടുത്ത് ഒന്ന് മൂത്തതിന് ശേഷം നമ്മൾ ബീട്രൂട്ട് ഇട്ട് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പ്, ഒരു 1/4 സ്പൂണോളം ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. ഇനി എല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി അടച്ച് വെച്ച് വേവിക്കുക. അതിൻ്റെ പച്ചമണം ഒന്ന് ലോ ഫ്ലെയിമിൽ വെച്ച് 1-2 വട്ടം തുറന്ന് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കണം. ശേഷം 2 കൈപ്പിടിയോളം തേങ്ങ അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. എല്ലാം കൂടി നന്നായി മിക്സ് ചെയ്ത് കുറച്ച് നേരം കൂടി ഒന്ന് അടച്ച് വെച്ച് ഒന്ന് വേവിക്കുക. 1-1.5 മിനിറ്റോളം നന്നായി ഒന്ന് അടച്ച് വെച്ച് ഒന്നുകൂടി വേവിക്കുക. ശേഷം തുറന്ന് പച്ചമണം ഒക്കെ ഒന്ന് മാറിയെന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ 2 മുട്ട അല്ലെങ്കിൽ നമ്മൾ കോഴിമുട്ട അതും കൂടെ ഇതിലേക്ക് ഒന്ന് പൊട്ടിച്ച് ഒഴിച്ച് കൊടുക്കുക. ഇതുപോലെ കുറച്ചൊരു ഗ്യാപ്പ് ഉണ്ടാക്കിയതിന് ശേഷം നമ്മൾ കോഴിമുട്ട അതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. അടച്ച് വെച്ച് ഒന്ന് വേവിച്ചെടുക്കുക കേട്ടോ. 1 മിനിറ്റ് വെക്കേണ്ട, അടച്ച് വെക്കേണ്ട. 1 മിനിറ്റ് ആകുമ്പോഴേക്കും നമ്മുടെ മുട്ട ഒന്ന് വെന്ത് വന്നിട്ടുണ്ടാവും. ഇനി തുറന്ന് എല്ലാം കൂടി ഒന്ന് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് എടുക്കുക കേട്ടോ. മുട്ടയും അതുപോലെ തന്നെ നമ്മുടെ ബീട്രൂട്ടും തേങ്ങയും എല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്ത് എടുക്കുക. അപ്പോൾ ഇതെല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാനുണ്ട്. അപ്പോൾ ഈ മിക്സിങ്ങിലാണ് ഒരു പ്രത്യേക ടേസ്റ്റ് വരാനായിട്ടുള്ളത്. അപ്പോൾ എല്ലാം കൂടി മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ അടിപൊളിയായിട്ടുള്ള മുട്ടയും അതുപോലെ തന്നെ ബീട്രൂട്ടും വെച്ചിട്ടുള്ള ഒരു തോരൻ തന്നെ പറയാം, അത് റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിൽ മുട്ട ഇട്ടെന്നൊന്നും അറിയൊന്നുമില്ല, പക്ഷേ ടേസ്റ്റ് ഒരു വെറൈറ്റി ടേസ്റ്റാണ് കേട്ടോ. ഇതിൻ്റെ കൂടെ എന്തെങ്കിലും ഫ്രൈ ചെയ്തതോ ചമ്മന്തിപ്പൊടിയോ വെച്ച് കൊടുത്താൽ പിന്നെ കുട്ടികൾക്ക് അത് തന്നെ മതിയാവും, നല്ല ഇഷ്ടപ്പെടും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇനിയിപ്പോൾ കുട്ടികൾക്ക് മുതിര അതുപോലെ കടല ഗ്രീൻ പീസും ഒക്കെ ഇഷ്ടപ്പെടുന്ന കുട്ടികളുണ്ടായിരിക്കും. അവർക്ക് വെറൈറ്റി ആയിട്ടുള്ള ഒരു ഐറ്റമാണ് പറയണത്. അപ്പോൾ അതേ മുതിര ഉപ്പിട്ട് വേവിച്ചെടുക്കുക. മുതിരയാണെങ്കിൽ മുതിര, കടലയാണെങ്കിൽ കടല, കുട്ടികൾക്ക് ഏതാണോ ഇഷ്ടം അത് നന്നായി ഒരു 5 വിസിലടിച്ച് നന്നായി ഒന്ന് വേവിച്ച് മാറ്റി വയ്ക്കുക. ഇനിയിപ്പോൾ ഒരു പാനിലേക്ക് ഒരു പകുതി സവാള ഇട്ട് കൊടുക്കുക. എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. കുറച്ച് മുളക് പൊടി അതും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. ആ മുളക് പൊടി ഒന്ന് മൂത്ത് വരുമ്പോൾ കുറച്ച് തേങ്ങയും കൂടി ഇട്ട് കൊടുക്കുക. നമ്മൾ സാധാരണ തോരൻ വെക്കില്ലേ, അതേ ഒരു മെത്തേഡ് തന്നെയാണ്. ഒപ്പം തന്നെ ഒരു 2-3 കോഴിമുട്ട അതും കൂടി ഒന്ന് പൊട്ടിച്ചൊഴിക്കുക. ഞാൻ നേരത്തെ കാണിച്ച പോലെ തന്നെ എല്ലാം കൂടി ഒന്ന് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് എടുക്കുക. ഇനി നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള മുതിരയാണെങ്കിൽ മുതിര ഇട്ട് കൊടുക്കുക. കടല അല്ലെങ്കിൽ ഗ്രീൻ പീസ്, ഇതിലേതായാലും ടേസ്റ്റ് തന്നെയാണ് കേട്ടോ, നല്ല ടേസ്റ്റാണ്. ഇതിലിപ്പോൾ നമ്മൾ ഒഴിച്ചു കൂടാനാവാത്ത ഒരു കാര്യം ചേർക്കേണ്ടത് കുരുമുളക് പൊടിയാണ്. കുരുമുളക് പൊടി ഇട്ട് കഴിഞ്ഞാലാണ് ഇതിനൊരു പ്രത്യേക ഒരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ ആദ്യം മുട്ട ഇതുപോലെ ഒന്ന് നന്നായി ഡ്രൈ ആക്കി എടുക്കണം. അതിന് ശേഷമാണ് നമ്മുടെ മുതിര വേവിച്ചത് ഇട്ട് കൊടുക്കുക. വെള്ളം ഒഴിക്കരുത്. ഏകദേശം ഒരു 4-5 വിസിലാകുമ്പോഴേക്കും നന്നായി മുതിര വെന്തിട്ടുണ്ടാവും. വെന്ത് ഉടഞ്ഞു പോകരുത് കേട്ടോ. ഈ മുതിരയ്ക്ക് പകരം നമ്മൾ ഗ്രീൻ പീസാണ് എടുക്കുന്നതെങ്കിൽ 3 വിസിൽ മാത്രം അടിച്ചാൽ മതിയായിരിക്കും. അപ്പോൾ നമ്മുടെ ഗ്രീൻ പീസ് നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ടാവും. ഉടഞ്ഞു പോകരുത് നന്നായിട്ട്. അപ്പം ഞാൻ പറഞ്ഞ പോലെ കുരുമുളക് പൊടി ഇതിൽ സ്കിപ്പ് ചെയ്യരുത് കേട്ടോ. അപ്പോൾ കുരുമുളക് പൊടി ഇട്ട് കഴിഞ്ഞാലാണ് ഇതൊരു പ്രത്യേക
പ്രത്യേക ഒരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇനിയിപ്പോൾ മുതിരയും കടലയും അല്ലെങ്കിൽ ഗ്രീൻ പീസും ഇഷ്ടപ്പെടുന്ന കുട്ടികൾക്ക് ഒരു വെറൈറ്റി ഐറ്റം തന്നെയാണ്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വലിയവർക്കും അതെ ചെറിയവർക്കും അതെ എല്ലാവർക്കും ഇഷ്ടപ്പെടും കേട്ടോ. ഇനിയിപ്പോൾ അടുത്ത ഉരുളക്കിഴങ്ങ് നമ്മൾ ഫ്രൈ ചെയ്ത് കൊടുക്കാറുണ്ട് കുട്ടികൾക്ക്. വളരെ ഇഷ്ടമാണ് കുട്ടികൾക്ക് ഉരുളക്കിഴങ്ങ് ഫ്രൈ ചെയ്ത് കൊടുക്കുന്നത്. അത് ഉച്ചയ്ക്ക് ചോറിനാറാകുമ്പോഴേക്കും നന്നായി ഒന്ന് വാടിപ്പോവും, നന്നായി കുഴഞ്ഞു പോവും. അതിന് കുഴയാതെ നമ്മൾ ക്രിസ്പി ആയി തന്നെ ഇരിക്കാൻ വേണ്ടിയിട്ട് ഒരു അടിപൊളി ഒരു ടിപ്പ് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഉരുളക്കിഴങ്ങ് ഇതുപോലെ നീളത്തിൽ ഒന്ന് മുറിച്ചെടുക്കുക. ഒരു ബൗളിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. 1 സ്പൂണോളം മുളക് പൊടി അതും കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. പിന്നെ 1/4 സ്പൂണോളം മഞ്ഞൾപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. ഒരു 1/4 സ്പൂണോളം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി ഇത് ക്രിസ്പി ആയിരിക്കാൻ വേണ്ടിയിട്ട് ഒരു 3/4 സ്പൂണോളം അരിപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ മൈദയോ അല്ലെങ്കിൽ റവയോ ഒന്നും ചേർക്കണ്ട. നമ്മുടെ അരിപ്പൊടി ചേർത്ത് കഴിഞ്ഞാലായിട്ട് നല്ല ക്രിസ്പിയായി വറുത്തെടുക്കാം. ഉച്ചയാകുമ്പോഴും ഒന്നും നമ്മളെ ഉരുളക്കിഴങ്ങൊന്നും തളർന്ന് വാടിപ്പോവില്ല. ഒരു പ്രത്യേക ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. നല്ല കരിമൊരി എന്നിരിക്കും ഉച്ചയാകുമ്പോഴും കഴിക്കുമ്പോഴായിട്ട്. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. കുട്ടികൾ ഉരുളക്കിഴങ്ങ് വറുക്കാൻ താല്പര്യപ്പെടുന്നവരുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതിൽ മസാല ഒന്നും പോലെ മുളക് പൊടി മഞ്ഞൾപ്പൊടി ഒന്നും അതായത് സ്പ്രെഡായി പോവില്ല, എണ്ണയിൽ സ്പ്രെഡായി പോവില്ല. നല്ല ടേസ്റ്റാണ് ഇങ്ങനെ കഴിക്കാനായിട്ട് കേട്ടോ. തീ കുറച്ച് വെച്ച് ഇത് ഫ്രൈ ചെയ്തെടുക്കരുത്. നന്നായി തീ കൂട്ടി വെച്ചതിന് ശേഷം മാത്രം ഇത് ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ. തീ കുറച്ച് വെച്ചാൽ നന്നായി എണ്ണ കുടിക്കും, അതുകൊണ്ടാണ്. അപ്പോൾ നന്നായി തീ കൂട്ടി വെച്ച് നന്നായി ഫ്രൈ ചെയ്തെടുക്കുക. ഇനി ഇതിപ്പോൾ നമ്മൾ ചോറിൽ വെച്ച് കൊടുക്കരുത്. അതിന് പകരം നമ്മളൊരു ഏതെങ്കിലും ഒരു ബോക്സിലാക്കി, ചെറിയ ബോക്സിലാക്കി കൊടുക്കുക. ചോറിലാണെങ്കിൽ ഇത് പെട്ടെന്ന് തളർന്നു പോകും കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ബീൻസും പയറൊന്നും കഴിക്കാത്ത കുട്ടികൾക്ക് വെറൈറ്റി ആയിട്ടുള്ള ഒരു തോരൻ, അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ചെറിയവർക്കും വലിയവർക്കും എല്ലാവർക്കും ലഞ്ച് ബോക്സിൽ കൊടുത്തേക്കാൻ പറ്റിയ ഒരു തോരനാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ബീൻസാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ഒരു പാൻ വെച്ച് എണ്ണ ഒഴിച്ച് നമ്മൾ സവാള പച്ചമുളക് നന്നായി ഒന്ന് വാട്ടിയെടുക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം മഞ്ഞൾപ്പൊടി അതും കൂടെ നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. ശേഷം 150 ഗ്രാം ബീൻസ് നന്നായി ചെറുതാക്കി അരിഞ്ഞ് അതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. 1/4 സ്പൂണോളം ഉപ്പ് അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നന്നായി ഒന്ന് ഇളക്കിയതിന് ശേഷം ഒന്ന് അടച്ച് വെച്ച് വേവിക്കുക. ഒരു 3 മിനിറ്റിന് ശേഷം ഒന്ന് തുറന്ന് കുറച്ച് തേങ്ങയും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. ഒരു കൈപ്പിടി തേങ്ങയും കൂടി ഇട്ട് കൊടുക്കുക. ഇനി നന്നായി ഒന്ന് ഇളക്കി ഒന്നും കൂടി ഒന്ന് അടച്ച് വെച്ച് ഒന്ന് വേവിച്ചെടുക്കണം കേട്ടോ. എല്ലാം കൂടി തുറന്ന് ഒന്നുകൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ ചെറുപയറില്ലേ, ചെറുപയർ ഒരു 1/4 കപ്പോളം ചെറുപയർ വേവിച്ചത് അതും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഒരു 3-4 വിസിലാകുമ്പോഴേക്കും നമ്മുടെ ചെറുപയർ നന്നായി വെന്തിട്ടുണ്ടാവും. ഉപ്പിട്ട് വേവിച്ച ചെറുപയർ ആയിരിക്കണം കേട്ടോ. അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി എല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. ഈസിയാണ്, നല്ല ടേസ്റ്റാണ് ചോറ് കഴിക്കാനായിട്ട് കേട്ടോ. കുട്ടികൾക്ക് നല്ല ഇഷ്ടപ്പെടും. കുട്ടികൾക്കുമല്ല വലിയവർക്കും എല്ലാവർക്കും നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഐറ്റമാണ്. നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇന്നത്തെ ഐറ്റംസ് ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് അയച്ചു കൊടുക്കുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരേക്കും ബൈ ബൈ.